അങ്ങ് കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജു ഇബ്രാഹിം പോലെ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം കൂടിയാണ് കേട്ടത്. നിങ്ങൾക്കൊരു അർഹമായ നീതി കിട്ടും എന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? ഈ സംഭവത്തിൻ്റെ ആഘാതം മാറിയിട്ടില്ല എങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ, കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു കേസ് കൂടിയായത്. അപ്പൊ അത് എത്രമാത്രം അവർ വളച്ചൊടിക്കുന്നതിനെ പറ്റി നമുക്കറിയത്തില്ല. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. നമുക്ക് ഇന്ത്യൻ പൗരനെന്ന് പറയുന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അത് നമ്മളെ ഇവിടെ അനുകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ പോലീസുകാർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയല്ല, പക്ഷെ തക്കതായ ഒരു മറുപടി അവർക്ക് കൊടുക്കണം. ഇനി മറ്റൊരു കുടുംബത്തിനോട് ഈ ഒരു പ്രവൃത്തി, കാരണം കുടുംബത്തോടെ വന്ന് ആ മക്കളും കൊച്ചുമക്കളും അമ്മൂമ്മമാരും ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ചെയ്ത് ഞങ്ങളെ മർദ്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരിയാണ് ഷിജിൻ. കാരണം നിങ്ങളുടെ വളരെ നല്ല മനോഹരമായ ഒരു ദിവസത്തെയാണ് സത്യം പറഞ്ഞ പോലീസിന്റെ നടപടികൾ. കുട്ടികളുണ്ടെന്ന് പറയുന്നത് വലിയ ട്രോമ ആയിരിക്കും ഇത്. ശരി ശരി, വളരെയധികം നന്ദി ഷിജിൻ. എന്തായാലും ആശുപത്രിയിലാണെന്നറിയാം. സിത്താരയ്ക്ക് അടക്കം പരിക്കുണ്ട്. എത്രയും പെട്ടെന്ന് പരിക്കൊക്കെ ഭേദമായി തിരിച്ചു വരൂ എന്ന് മാത്രമേ. തിരുത്തി പോലീസ് അവരോട് സംസാരിച്ചാൽ പോലും ഒരുപക്ഷെ അവർക്ക് അല്പമെങ്കിലും ആശ്വാസം അതുപോലും ഉണ്ടാകുന്നില്ല എന്നതാണ് സങ്കടകരമായ കാര്യം.